ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എനിക്ക് സൗണ്ട് ഒരുമാതിരി ഓക്കെ ആയി. എൻ്റെ ഒരു ട്രാവൽ വ്ലോഗ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ഒരുമാതിരിപ്പെട്ട ആൾക്കാർ അത് കണ്ടു കാണാം. ഓക്കെ, എപ്പോഴും നാക്ക് തിരിയാറായില്ല എങ്കിൽ തന്നെയും ഇന്നാണെങ്കിൽ ഇപ്പം ഒരു 3 വർഷം തികയാൻ പോകുന്നു. കറക്റ്റ് 3 വർഷമായില്ല എങ്കിൽ തന്നെയും 3 വർഷമാകാൻ പോകുന്നു. ഓക്കെ, അപ്പോഴന്നേരം ഈ നാക്ക് ഇപ്പോൾ ഒരുമാതിരി ഓക്കെയാണ്. സംസാരം പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആകും. ഞാൻ ഇടയ്ക്ക് വ്ലോഗ് ചെയ്തിരുന്നു, ട്രാവൽ വ്ലോഗ്. അതിനകത്താണെങ്കിലും ഒരുമാതിരി സംസാരം ഓക്കെ ആണെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, അപ്പോഴാണെങ്കിൽ ഇവിടെയും ക്രിസ്മസിൻ്റെ വെള്ളം കേട്ടോ, കരവെള്ളക്ക് ഇറങ്ങാണ് കേട്ടോ. ഇപ്പം 3 വർഷമാകാൻ പോകുന്നു. അപ്പം ഇപ്പോഴാണെങ്കിൽ ഇന്ന് ആണെങ്കിൽ കരവെള്ളമാണെങ്കിൽ ഇവിടെ വന്നു. 3 വർഷത്തിന് ശേഷം ഞാനാണെങ്കിൽ വെളിയിറങ്ങി. പക്ഷേ എനിക്ക് നടക്കാനൊന്നും അത്ര ആവില്ലേ, നടക്കാനൊന്നും അത്ര പറ്റില്ല. കണ്ണ് 2 ഉൾസൈറ്റാണ്. ഓരോ ചെയ്ത് നോക്കുമ്പോൾ 2ആയി കാണും. അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഉണ്ട് കേട്ടോ. പിന്നെ എന്താ, നേരത്തെ ഒട്ടും വയ്യാന്ന് കോമായിട്ട് കിടക്കുമായിരുന്നു. ഞാൻ ആ വ്ലോഗിനകത്തെല്ലാം പറയുന്നുണ്ട്. എങ്കിലും ഞാൻ ഒന്നുകൂടെ പറയാം. ഒരു ബൈക്ക് ഓടാൻ പറ്റി. ഞാൻ റെഡി ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. ആ സമയത്ത് ഡ്രസ്സ് എടുക്കാൻ പോയതാണ്. അപ്പോഴാണെങ്കിൽ ഒരു ഊടുകൂടി കൂടെ പോയ സമയത്ത് ചടലിൽ നിന്നിറങ്ങി വീണു. പക്ഷേ എനിക്കത് ഓർമ്മയൊന്നുമില്ല. അതിന് ഒരു മാസത്തെ കാര്യം ഓർമ്മയില്ല. അപ്പോഴാണെങ്കിൽ പിന്നെ അത് കഴിഞ്ഞ ശേഷമാണെങ്കിൽ പുല്ലൂരാണ് എൻ്റെ സിറ്റി. പുല്ലൂരാണെങ്കിൽ പോയി അവിടെ അന്നേരം ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഗവൺമെൻറ് ഹോസ്പിറ്റൽ പൊളിയാണ്. ഓക്കെ, നല്ല സൂപ്പർ ഹോസ്പിറ്റലാണ്. അപ്പോഴാണെങ്കിൽ അവിടെ പോയ സമയത്ത് ആണെങ്കിൽ അവർ പറഞ്ഞു അവിടെ എടുക്കാൻ പറ്റില്ല. മെഡിക്കൽ കോളേജിൽ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, നമ്മുടെ തിരുവനന്തപുരമാണ് അടുത്ത്. അപ്പോൾ നിന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇവർ പറഞ്ഞിട്ടുണ്ടായിരുവാണേ, അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു. ചേച്ചിയാണ് എൻ്റെ കൂടെ നിന്നത്. അപ്പോഴാണെങ്കിൽ അന്നേരം ചേച്ചിയൊന്നും വന്നില്ലായിരുന്നു, തിരുവനന്തപുരത്താണ് വന്നത്. പക്ഷേങ്കിൽ അന്നേരമാണെങ്കിൽ ഒരു ആംബുലൻസിനകത്ത് ഞാൻ അവിടെ പോവുകയും 15-16 പേരോളം ഉണ്ടായിരുന്നു. പക്ഷേങ്കിലും ബാക്കി ആൾക്കാരെല്ലാം മരിച്ചിട്ട് ഞാൻ മാത്രം ജനിച്ചോളൂ എന്ന് പറയണം, ആയിരിക്കും കറക്റ്റ് ഉത്തമം. അപ്പോഴാണെങ്കിൽ എനിക്ക് ഈ ഒറ്റക്കിടപ്പായിരുന്നു. സംസാരമൊക്കെ ഇപ്പോഴായെങ്കിലും നിങ്ങൾക്ക് ഒരുമാതിരി ബോധ്യമായിരിക്കും. സംസാരം എനിക്ക് കറക്റ്റ് ഓക്കെ അല്ല. അപ്പോഴെങ്കിലും 3 വർഷത്തിന് ശേഷം ആണെങ്കിൽ കരോളിലാണെങ്കിൽ വന്ന സമയത്ത് നേരത്തേക്കാണെങ്കിലും കഴിഞ്ഞ വർഷം അങ്ങേ വർഷമൊക്കെ ആണെങ്കിലും ഈ വയ്യാതെ വന്ന സമയത്താണെങ്കിൽ കരോൾ വീടുകയാണെങ്കിൽ അകത്ത് നിന്ന് കേൾക്കും. പക്ഷേ കേൾക്കുന്നതിന് വലത്തെ ചെവിയാണെങ്കിൽ നല്ല ഓക്കെ അല്ലായിരുന്നു. ഇപ്പോൾ എല്ലാം ഓക്കെ, വലിയ പ്രശ്നമൊന്നുമില്ല. വലത്തെ ചെവി അടഞ്ഞുകൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ ഈ വലത്തെ സൈഡിലോട്ട് ചരിഞ്ഞിട്ടാണെങ്കിൽ ഞാനാണെങ്കിൽ ഒരുപാട് നേരെ അവിടെ കിടന്നു പോയി. എന്ന് വെച്ചാൽ 30 മിനിറ്റ് കഴിഞ്ഞ ശേഷം ആൾക്കാരെ കണ്ടത് കേട്ടോ. ആൾ താമസമില്ല, അങ്ങനെ നടക്കുന്ന സ്ഥലമല്ല. അപ്പം കനാൽ റോഡ് ക്രാക്ക് ആയതുകൊണ്ട് ഒരു ഊടുവഴി കൂടെ മെയിൻ റോഡിലൂടെ ഇറങ്ങിയതാണ്. അങ്ങനെ പറ്റിയതാണ്. അപ്പോൾ ആൾക്കാർ കണ്ടത് ഒത്തിരി താമസിച്ചു കേട്ടോ. അപ്പോൾ ടെക്നോ ഒത്തിരി പോയി. ആ സമയത്ത് ജീവൻ തിരിച്ചു കിട്ടാല്ലായിരുന്നു. അപ്പോഴാണെങ്കിൽ എന്തുവരെ ഭാഗ്യത്തിൽ ജീവൻ തിരിച്ചു കിട്ടി. അപ്പോഴാണെങ്കിൽ ഇവിടെ കരട് പോകുന്ന സമയത്ത് ഞാനങ്ങ് ഷൂട്ട് ചെയ്തു. എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ആലോചിക്കും, എനിക്കൊന്ന് നേരായി കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ എനിക്ക് നടക്കാനാവാത്തതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ നിന്ന് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അമ്മയുടെ സൈഡ് ക്ലാസ്സാണ് ആദ്യം തുടങ്ങിയത്. ക്ലാസ് ആദ്യം തുടങ്ങി. പിന്നെ കമ്പ്യൂട്ടർ ഗെയിം പ്ലേ, പിന്നെ കഥകൾ, കാര്യങ്ങൾ, അതെല്ലാം ആണെങ്കിൽ സംസാരിക്കാനാവത്തില്ലെങ്കിൽ തന്നെയും ഗൂഗിൾ വോയിസിൻ്റെ സഹായത്തോട്ടാണെങ്കിൽ ടെക്സ്റ്റ് കൺവേർട്ട് ചെയ്തിട്ട് വോയിസ് ആക്കിയിട്ടൊക്കെ ആ രീതിയിൽ ഒരുമാതിരി അറിയാത്ത രീതിയിൽ നല്ലപോലെ ഒരുമാതിരി ചെയ്തിട്ടുണ്ട്. വിക്രമത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ചാനൽ ചെയ്ത് നോക്കും, കാണാൻ പറ്റും. ഇപ്പം ഞാൻ ഗെയിം പ്ലേ ആണെങ്കിലും എനിക്ക് ഒട്ടും പറ്റില്ല. കയ്യൊക്കെ ഇപ്പം വലിയ പ്രശ്നമില്ല കേട്ടോ, വലിയ പ്രശ്നമില്ല, ഓക്കെ ആയി വരുന്നു. ഇനിയാണെങ്കിലും കുറച്ച് നാളും കൂടെ. അപ്പോഴാണെങ്കിൽ കരൾ വന്നപ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങിയിട്ട് ഷൂട്ട് ചെയ്തത്. ആദ്യം നമ്മുടെ വീടിൻ്റെ അടുത്ത്. ഇപ്പോഴാണെങ്കിൽ ഞാനാണെങ്കിൽ ചേച്ചീൻ്റെ അവിടെയാണ് ഉള്ളത്. അവിടെ ഒരു വാടക വീട് എടുത്തിട്ട് അവിടെ നിൽക്കുന്നത്. അപ്പോഴാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള വീട്ടിലാണ് ആദ്യം കരൾ വന്നത്. എന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് സന്തോഷമായി. ക്രിസ്മസ് സ്വപ്നെ ആണെങ്കിൽ നല്ലപോലെ കാണാൻ പറ്റില്ല, എങ്കിലും അവരെയൊക്കെ ഒന്ന് കാണാൻ പറ്റിയല്ലോ. പണ്ടാണെങ്കിൽ ക്രിസ്മസുകളിലെല്ലാം ഞാൻ അവിടുന്ന് നമ്മുടെ കറൂരാണ് നമ്മുടെ സ്ഥലം, ഗ്രാമമാണ്, വില്ലേജാണ്. അവിടെ മറ്റേ പള്ളിക്കാരുടെ കൂടെ എല്ലാം ഞാൻ പോകുമായിരുന്നു. ഞാനൊരു ഹിന്ദുവാണ്, ജിലോ എന്നാണ് പേര്. എങ്കിൽ തന്നെയും നല്ല ജാതിയിലും മതത്തിലൊന്നും കാര്യമില്ലല്ലോ, നമുക്കെല്ലാ ജാതിയും ഒരു കണക്കാണ്. പിന്നെ മുസ്ലിംസ് അങ്ങനെ അധികമായിട്ട് ഇല്ലാത്തതുകൊണ്ടും നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇല്ല. ആണെങ്കിൽ തന്നെയും മുസ്ലിംസ് അങ്ങനെ ഇല്ല, അതുകൊണ്ട് പള്ളികളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയൊരു ടച്ചില്ല. ഓക്കെ, പക്ഷേങ്കിൽ ക്രിസ്ത്യൻ പള്ളിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരുപാട് കയറിയിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം ഒക്കെ ആയിട്ടുണ്ട്, എല്ലാം ഓക്കെയാണ്. കയറി ഇറങ്ങിയിട്ടുണ്ട്. മറ്റേ നമ്മുടെ ക്രിസ്ത്യൻ പള്ളിയിലല്ല, മനുഷ്യജാതി അത് തന്നെ, മനുഷ്യർക്ക് ജാതി ഇരിക്കുന്നത്.
ഈ കലികാലം കുറേ നാൾ തുടങ്ങിയല്ലേ, കലികാലമാണ് കണ്ട സിനിമ കാണുമ്പോഴും പറയും കലികാലത്തിൽ. ഒരു പക്ഷേ കലികാലമല്ല, എനിക്ക് തോന്നുകയാണേ കലികാലം അല്ലാത്ത നല്ല കാലം എന്ന് വെച്ചാൽ കലികാലം അല്ലാതെ ഈ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം അങ്ങനെയൊക്കെയുള്ള അവതാരങ്ങളൊക്കെ ഇല്ലേ മഹാവിഷ്ണുവിൻ്റെ, ആ സമയത്തെല്ലാം ആദ്യമുള്ള അവതാരമായിരിക്കും ഈ കാര്യങ്ങളൊക്കെ. ആ സമയത്ത് ആണെങ്കിൽ ഈ എനിക്ക് ഓർമ്മ വെച്ചല്ല എനിക്കറിവ് ആ രീതിയിലുള്ള കാര്യങ്ങളിൽ മൊത്തം പറയുമ്പോഴെല്ലാം ആണെങ്കിൽ പറയുന്നത് കലികാലം എല്ലാ സിനിമയിലും, പഴയ സിനിമയിൽ പോലും. അപ്പോഴന്നേരം മനുഷ്യൻ ജനിച്ചാൽ പിന്നെ കലികാലം ആയെന്ന് തോന്നും. എന്തായാലും നമുക്ക് വീഡിയോയിലിട്ട് പോകാം കേട്ടോ. ഞാനാണെങ്കിൽ ഒരുമാതിരി എൻ്റെ കൈ എത്ര ആയില്ല എങ്കിലും ഒരുമാതിരി ഓക്കെയാണ്. ഞാൻ ഒരുമാതിരി ആണെങ്കിൽ ഷൂട്ട് ചെയ്തു, ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റി, ഒരുപാട് സന്തോഷമായി. അപ്പോൾ ഒന്നും കൂടെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഇതിനിടയ്ക്കാണെങ്കിൽ ഒരു കാര്യം കൂടി പറയട്ടെ. ഇപ്പോഴാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, നമ്മളെന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞ് ശീലിച്ചു, നമ്മൾ എന്ന് പറഞ്ഞ് ശീലിച്ച്. അപ്പം ഞാൻ ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഓക്കെ, എന്ന് വെച്ചാൽ ഞാനെന്ന് വിചാരിച്ചത് ഓക്കെ. അപ്പോഴാണെങ്കിൽ നമ്മളാണെങ്കിൽ മറ്റേ ഞാൻ പറഞ്ഞല്ലോ കാര്യം വെച്ചാൽ ഈ ക്രിസ്മസ് കരോളാണെങ്കിലും എന്താണ് ശരി, കാര്യം വെച്ചാൽ നമുക്ക് മറ്റേ ക്രിസ്ത്യൻ പള്ളിയാണെങ്കിലും ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ അല്ല 2 എണ്ണം ഉണ്ട്, പക്ഷേ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ക്രിസ്ത്യൻസ്. ഓക്കെ, അന്നേരമാണ് എല്ലാവരും നമ്മുടെ കൂട്ടുകാരാണ്. അപ്പോഴെന്നാണെങ്കിലും ഈ ക്രിസ്മസ് കരോള് അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ ഞാനാണെങ്കിൽ ഞാൻ എല്ലാത്തിനും പോവും. എന്ന് വെച്ചാൽ വേറെ ആരാ ഹിന്ദുക്കളായിട്ട് വേറെ ആരൊന്നും അറിയില്ല, വേറെ ആരും അറിയത്തില്ല, പക്ഷെ ഞാൻ എല്ലാത്തിനും പോകും. എന്നിട്ട് അവർ പാപ്പിൻ്റെ കൂടെ നിന്ന് ഡാൻസ് കളിക്കും, പാട്ട് പാടും. കാര്യം വെച്ചാൽ അതിനകത്ത് ഉള്ള ഇപ്പം ഇതിനകത്ത് കാണുന്ന ജിജോ അച്ചാൻ എന്ന് വെച്ചാൽ നല്ല പാട്ട് പാടും, നല്ല സൂപ്പറായിട്ട് പാട്ട് പാടും. ജിജോ അച്ഛനൊക്കെ എപ്പോഴും കൂടെ കാണും. തോമാച്ചനുണ്ട്, തോമാച്ചന് സൂപ്പർ പാട്ട് പാടും, കൊട്ടും കാര്യങ്ങൾ പാട്ടൊക്കെ സൂപ്പറായിട്ട് പാടും. ഈ ജിജോച്ചനും നല്ല പാട്ട് നല്ല സൂപ്പറായിട്ട് പാടും. അപ്പം ഇവരുടെ കൂടെ മെയിൻ പള്ളിക്കകത്തുനിന്ന് ഞാനാണെങ്കിൽ ഓൾറെഡി കരോളിന് പോവും. ഓൾറെഡി അച്ഛൻ കാണും. എൻ്റെ നമ്മുടെ ഒരെണ്ണമുണ്ട്, അണ്ണെന്ന് വിളിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ചേട്ടാന്നല്ല, നമ്മുടെ കൊല്ലത്താണ് മറ്റേ നമ്മുടെ ജില്ല, അതുകൊണ്ട് കൊല്ലത്ത് അണ്ണാന്നല്ലേ വിളിക്കുക. ആ അണ്ണനാണെങ്കിൽ ടിവിനുണ്ട്,
ടീമിൻ്റെ ആണെങ്കിൽ അച്ഛനാണ് എപ്പോഴും ക്രിസ്റ്റോഫർ വരിക. ഓക്കെ, ജോസച്ചാൻ അന്നേരം പുള്ളിക്കാരൻ സൂപ്പറാണ്. നല്ല പ്രായമാണെങ്കിൽ പുള്ളി താനാന്ന് എന്ന് വെച്ചാൽ നമ്മുടെ കമ്പനിയാണ്. ഓക്കെ, അപ്പോഴാണെങ്കിൽ ഞങ്ങൾ മറ്റേ പാട്ട് പാടും ജീവച്ചനും ക്രിസ്മസ് മറ്റേ തോമാച്ചനും കൂടെ പാട്ട് പാടും. അപ്പോഴാണെങ്കിൽ എന്താ ഞാൻ ക്രിസ്തുഫാവിൻ്റെ കൂടെ ആണെങ്കിൽ ഇരുന്ന് ഡാൻസ് കളിക്കും, എല്ലാ കാര്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പാട്ട് പഠിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഓൾറെഡി പാട്ട് പഠിക്കണമെങ്കിൽ വല്ലപ്പോഴും എന്ന് വെച്ചാൽ പള്ളിയിൽ അങ്ങനെ പോകത്തില്ല എങ്കിൽ തന്നെയും 2-3 വീട് കയറുന്ന സ്ഥലത്താണെങ്കിലും നമുക്ക് ഓൾറെഡി ആ പാട്ട് അങ്ങ് വശമാവുമല്ലോ. അപ്പോൾ ഓൾറെഡി എനിക്കിപ്പോഴും പാട്ട് ഓർമ്മയുണ്ട്, കുറച്ച് പാട്ടുകൾ എന്നുവെച്ചാൽ എനിക്ക് ഓർമ്മയൊന്നുമില്ലായിരുന്നു, എങ്കിലും ഒന്ന് പാടി വെക്കാമേ. എങ്കിൽ നാക്കിരുത്തോട്ടെ, ശ്രമിക്കണേ. ദാവീദിൻ ഗോത്രത്തിൽ ഔസേപ്പിൻ മകനായി ലോകത്തിൻ്റെ രക്ഷയ്ക്കായി ദൈവം കന്യാമേരി തന്നുദരത്തിൽ മുത്തിരൂപം ധരിച്ച് മന്നവനവതാരം ചെയ്തു. ടമ്പുടും പിന്നെ അന്നേരം നാസിറ്റോളും ആ ഒരു കാര്യം, നാസിറ്റോളെല്ലാം മറ്റേ അട്ടമ്മൊക്കെ വെച്ച് അവർ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴാണെങ്കിലേ ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടെ, അതായത് കൂട്ടുകാരെന്ന് വെച്ചാൽ ഞാൻ ഹിന്ദുക്കളായിക്കോട്ടെ ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ ഞങ്ങളെല്ലാം ഒന്ന് തന്നെ. ക്രിസ്ത്യൻസ് ആയിട്ടുള്ള പയ്യന്മാരത്തിനാണെങ്കിൽ ഞാൻ അമ്പലത്തിൽ കിട്ടണം. പിന്നെ അല്ല അമ്പലത്തിൽ കയറിയിട്ട് ഞാനാണെങ്കിൽ കുറി വരട്ട് കൊടുത്തിട്ടുണ്ട്. മനുഷ്യജാതിയാണ്, അതിനകത്ത് ഇപ്പോൾ എന്തോ ജാതിയാണ്. അപ്പോഴാണെങ്കിൽ ഇപ്പം ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും, അമ്പു എന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടുകാരാണേ. അമ്പു ആണെങ്കിൽ ഇപ്പോൾ ആർമിയിലാണ് വിളിക്കാൻ. ഓക്കെ, അമ്പു ആണെങ്കിൽ ഇടയ്ക്ക് വിളിക്കുകയും ചെയ്യും. ഓക്കെ, ഇപ്പോൾ മരയെ കഴിഞ്ഞ്. ഓക്കെ, അപ്പോഴാണെങ്കിൽ അമ്പു അന്ന് ഞങ്ങൾക്ക് എത്ര പ്രായമൊന്നും ഓർമ്മയില്ല, എങ്കിലും ചെറിയ ഒരുപാട് ചെറുതല്ല, എങ്കിലും ഒരുവിധം +2 കഴിഞ്ഞ് നിൽക്കുമെന്ന് തോന്നുന്നു. +2ൻ്റെ ഇടയ്ക്ക് +1 +2 സമയം തോന്നുന്നു. ഓക്കെ, അപ്പോഴാണെങ്കിൽ ഞങ്ങൾ ചെറുക്കന്മാരെല്ലാം കൂടെ, ക്രിസ്ത്യൻസുണ്ട്, ഹിന്ദുക്കളുണ്ട്. ഹിന്ദുക്കൾ വലുതായിട്ടില്ലെങ്കിലും എല്ലാവരും അങ്ങനെ എടുത്തത്. ഞാൻ അമ്പു എന്ന് വെച്ചാൽ എൻ്റെ കൂടെ ആണെങ്കിൽ അമ്പു ഉണ്ടായിരുന്നു, ഞങ്ങൾ പൊളിക്കുമായിരുന്നു. അപ്പോഴാണെങ്കിലും ക്രിസ്മസ് വന്നു കഴിഞ്ഞാൽ എന്താ ഞങ്ങൾ കരോളിറങ്ങിയിട്ട് എന്താ നമ്മൾ പൈസയ്ക്കൊന്നും നല്ല രസം. അപ്പോഴാണെങ്കിൽ അമ്പു ആണെങ്കിൽ നാസിൻ്റെ ഉള്ളടിക്കും ഡും ഡും ഡും. എന്നിട്ട് എന്താ റോബിനാണെങ്കിൽ ഈ ഡ്രം മറ്റേ ചില്ലിൽ അടിക്കാൻ എൻ്റെ പേര് ഡ്രമ്മെന്നാണ് തോന്നുന്നത്, ചെറിയ ഡ്രമ്മ്, നല്ല സൗണ്ടുള്ള, വലിയ ഡും ഡും അല്ല, മറ്റേ കറക്റ്റ് ആ ഒരു സൗണ്ട് എന്ന് വെച്ചാൽ വേറൊരു തളത്തി ആക്കുന്നത്. അത് മെയിൻ പള്ളിയിൽ നിന്ന് പോകുന്ന സമയത്താണെങ്കിൽ ജീവിച്ചാനായിരിക്കും അടിക്കുക, സൂപ്പറായിട്ട് അടിക്കും. ജീവിച്ചാൻ പൊളിയാണ്. അപ്പോഴാണെങ്കിൽ റോബിനാണെങ്കിൽ അറിയാം, ചുമ്മാ നല്ലപോലെ അറിയാം. അപ്പോഴാണെങ്കിൽ ജീപ്പിനാണെങ്കിൽ റോബിൻ്റെ ആണെങ്കിൽ അനിയൻ, അങ്ങനെയാണെങ്കിൽ ഇവരാണെങ്കിലും കൂടെ വന്നിട്ടുണ്ട്. വന്നു പിന്നെ ആണെങ്കിൽ രേത്ത് രാജു ഉണ്ട്. ഞങ്ങളുടെ രേത്ത് എന്ന് വെച്ചാൽ രണ്ട് പേരാണ്, ഒന്ന് കടൽ രേത്തും ഒന്ന് രേത്ത് രാജു. രേത്ത് രാജുവിൻ്റെ ഒരു പേരുണ്ടായിരുന്നു, മറന്നുപോയി, പറഞ്ഞിട്ടില്ല. രത്തംബായി അത് തന്നെ, രത്തംബായും കടൽ രേത്തും. അപ്പോഴാണെങ്കിൽ ഓൾറെഡി ആണെങ്കിൽ ഒരു ക്രിസ്ത്യൻസ് ആണല്ലോ. ഓക്കെ, അന്നേരമാണെങ്കിൽ ഞങ്ങളാണെങ്കിൽ നമ്മുടെ ഒരു നാട്ടിലാണെങ്കിലേ ഈ ജോബി എന്ന് പറഞ്ഞ പുള്ളിക്കാരുണ്ട്. ജോബി എന്ന് വെച്ചാൽ ഈ റോബിൻ ജീവനൊക്കെ അറിയാവുന്ന ഇവരുടെ പള്ളിയിലൊക്കെ വരുന്നത്. അപ്പോഴാണെങ്കിൽ ഇവരുടെ വീട്ടിൽ മേലെ പള്ളി ഇല്ലാണ്ട് താഴെയാണ് ഈ ജോബിൻ്റെ വീട്. അവിടെ ആണെങ്കിൽ പോയി എല്ലാ ക്രിസ്ത്യൻ പള്ളിയിലൊക്കെ കയറി, പള്ളിയിലല്ല എല്ലാ കുടുംബങ്ങളിലും കയറി അവരാണെങ്കിൽ 10 രൂപ 50 രൂപ 100 രൂപയൊക്കെ തരും. അതിലൊക്കെ പൈസയല്ല കാര്യം, എങ്കിലും നമുക്ക് പൈസ വേണ്ട, ഒരു രസം. ക്രിസ്മസ് അല്ലേ, നമുക്ക് ക്രിസ്മസ് വന്നാലും മറ്റേ നമുക്കെന്ന് വെച്ചാൽ എനിക്ക് ക്രിസ്മസ് വന്നാലും അല്ലാതെ അമ്പലത്തിൽ ഘോഷയാത്രയാണെങ്കിലും എന്തിനാണെങ്കിലും നമ്മൾ ഡാൻസ് കളിക്കണമെങ്കിലും ഘോഷയാത്ര കിടക്കുകയാണെങ്കിൽ എല്ലാത്തിനും നമ്മൾ പൊളിയായിട്ടിരിക്കും. നിൽക്കണമെന്ന് വെച്ചാൽ ഘോഷയാത്ര തുടങ്ങി കഴിഞ്ഞാൽ അവസാനം വരെ നമ്മൾ അവിടെ കാണും. പിന്നെ അത് ഗാനമേള ഉണ്ടെങ്കിൽ അതിൻ്റെ ഡാൻസ് കളിക്കും, പിന്നെ അല്ല. അപ്പോഴാണെങ്കിലും അന്നേരം എല്ലായിടത്തും മറ്റേ ഒരുപാട് കുടുംബങ്ങളിൽ കയറി, അവരുടെ ഒന്നും പറഞ്ഞില്ല, നല്ലൊരു പാട്ടാണെന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചു. അതാണ് വേണ്ടത്. അപ്പോഴാണെങ്കിൽ ഇവിടെ കയറി ജോബിൻ്റെ വീട്ടിൽ. ജോബിൻ്റെ അമ്മയുടെ പേര് എനിക്കറിയത്തില്ല, അതാ ജോബി എന്ന് ഞാൻ പറഞ്ഞു. ജോബിയുടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്. പക്ഷേ അച്ഛനൊന്നും വേണ്ടിയില്ല, അകത്തിരിക്കുക. പുള്ളിക്കാരൻ അങ്ങനെ മിണ്ടത്തില്ല, വലിയൊരു സൈലൻ്റാണ്.
റമ്മയാണെങ്കിൽ വന്ന് നമ്മൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുക. ഏത് പാട്ടാണെന്ന് ഓർമ്മയില്ല, അതൊക്കെ ഒന്ന് പുറണ്ടല്ലേ. 2012 ഞാൻ 12ാം ക്ലാസ് പാസ്സാകുന്നത്. 2011 +1ഉം 2010 10ാം ക്ലാസ്സാണ്. അപ്പോഴാണെങ്കിൽ 2011-12 കാലഘട്ടമാണ്. പക്ഷേങ്കിൽ ഏത് പാട്ടാന്ന് ഓർമ്മയില്ലേ. അതുപോലെ എനിക്ക് വയ്യാതിരിക്കുന്നതുകൊണ്ട് ഇതൊക്കെ ഓർമ്മ ഉണ്ട്, പക്ഷേ മറന്നു പോയതാ, എങ്കിലും ഓർമ്മ വരും. അപ്പോഴാണെങ്കിൽ ഇവരാണെങ്കിൽ പാട്ട് പാടുന്നതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ നിർത്ത് അന്നേരം ഞാൻ ഇങ്ങനെ കൈ കാണിച്ചത് എന്ന് വെച്ചാൽ നമ്മൾ പാടിക്കൊണ്ടിരിക്കില്ലേ, ബാക്കിയുള്ളവരും ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുക ഭയങ്കര, എന്നിട്ട് പാടുകയും ചെയ്യുക, ഗും അടിക്കുകയും ചെയ്യുക. അപ്പോഴന്നേരം അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നത്, ദേഷ്യത്തോടെ നിർത്താൻ വേണ്ടി പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണെന്ന് ഞാൻ ഇങ്ങനെ കൈ കാണിച്ചു. അപ്പോൾ നിങ്ങൾ ഹിന്ദുക്കളും ക്രിസ്ത്യൻസുമായിട്ട് എന്താ ബന്ധം എന്ന് ചോദിച്ചു. നമ്മളയ്യാടെ നന്നായിപ്പോയി. ഇത് കേട്ടതും റോബിനും ജിബിനും എതിരായി ഓടി. അവർ പള്ളിക്കാരാണല്ലോ, അവർക്കാണെങ്കിൽ എന്തെങ്കിലും പള്ളിയിലെങ്കിലും പ്രശ്നമെന്ന് വെച്ചിട്ടായിരിക്കും. അപ്പോഴാണെങ്കിൽ അവർ ഓടി. ഞാൻ പറഞ്ഞ അമ്മൂൻ്റെ അടുത്ത് പറഞ്ഞു മോഡലിൽ എല്ലാം പാടിയതിന് ശേഷം മാത്രം പോവുക. ഓടുന്നതിന് അവർക്ക് അത്ര മാത്രമേ വീട്ടിലുള്ളൂ, അത്ര മാത്രം. ഇപ്പം ഞാനാണെങ്കിൽ നമ്മുടെ യുവജന ക്ലബിൻ്റെ ഗ്രൂപ്പാണേ, അതിനകത്താണെങ്കിൽ ഇങ്ങനെ പറഞ്ഞു, അമ്പുവെ നിനക്ക് ഓർമ്മയുണ്ടോ, പണ്ട് നമ്മൾ ക്രിസ്മസ് കാൾ നടത്തിയപ്പോൾ ജോബിയുടെ അമ്മ യേശുവിനും ഹിന്ദുക്കൾക്കും എന്താ ബന്ധമെന്ന് ചോദിച്ചത്. റോബിനും ജിബിനും രതിരാജുവും ഓടി. നമ്മൾ രണ്ടുപേരും അവിടെ നിന്ന് മുഴുവൻ പാട്ട് പാടി, നൊക്ലാച്ചിയ എന്ന് വന്നിട്ട് അമ്പുവിനെ മെൻഷൻ ചെയ്തു. അപ്പം ജീവിച്ചാനാണെങ്കിൽ ചോദിച്ചു എന്തിനാ ഓടിയത്, കൃഷ്ണൻ അതിനാന്ന് പറഞ്ഞപ്പോഴും ചിരിച്ച്. അപ്പം മറ്റേ ജയിച്ചാന് ഞാൻ തിരിച്ച് മറുപടി കൊടുത്ത്, ഒന്നും മിണ്ടിയില്ല ജയിച്ചാൽ അവർക്ക് അത്ര വിവരം മാത്രം. അമ്പുവിനോട് പറഞ്ഞു മുഴുവൻ പാടിയിട്ട് പോയാൽ മതി എന്ന്. എന്തിനാ പേടി, നിങ്ങൾക്കൊപ്പം പള്ളിയിൽ നിന്നും ഇറങ്ങുന്ന ഒരുപാട് തവണ വന്നിട്ടുണ്ട് ആ എന്നോടാ എന്ന് പറഞ്ഞു. തോമാച്ചൻ പറയാം. അത് തോമാച്ചൻ എന്ന് വെച്ചാൽ നമ്മുടെ തോമാച്ചൻ അനിൽച്ചാൻ, തോമാച്ചൻ ഞാൻ വിളിക്കാം. അപ്പോൾ തോമാച്ചൻ ഇപ്പം ഗൾഫിലാണ്. അന്നേരമാണെങ്കിൽ കാര്യം എന്ന് വെച്ചാൽ എന്താ പറയുക, അപ്പോൾ ആ രീതിക്ക് അവരെ ഇത്ര മാത്രമേ ഉള്ളൂ. കാര്യം എന്ന് വെച്ചാൽ അതെന്ത് പറയുന്നത് വെച്ചാൽ നമ്മളതൊന്നും മൈൻഡ് ചെയ്താലല്ലോ. നമ്മുടെ രസം ക്രിസ്മസ് വന്നാലും അമ്പലത്തിൽ ഉത്സവം വന്നാലും എന്ത്. പക്ഷേ മുസ്ലിംസ് ഇല്ലാത്തതുകൊണ്ടാണ്, മുസ്ലിം പള്ളി ഉണ്ടായിരുന്നെങ്കിൽ അതും ഓക്കെ ആയിരുന്നു. പക്ഷേങ്കിൽ ഞാൻ ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിലാണെങ്കിലേ 10ാം ക്ലാസ് ഞാൻ പുല്ലൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ സ്പോർട്സ് അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ മുസ്ലിംസാണ് അവിടെ ഒരുപാട് കൂടുതൽ ഈ പുല്ലൂർ. അപ്പോഴാണെങ്കിൽ ഇവർ ഈ വെള്ളിയാഴ്ച തോറും ഈ പള്ളിയിൽ പോകുന്ന പരിപാടിയുണ്ട്. അപ്പം ഞാൻ കൂടെ പോകും, പക്ഷെ അകത്ത് കയറാൻ പേടി കേട്ടോ. ഞാൻ കുഞ്ഞിലാണെങ്കിലേ അങ്ങനെ നമ്മുടെ അടുത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് അറിയത്തില്ലോ, അതൊരു പേടിയാണ്. എങ്കിലും അവരുടെ കൂടെയൊക്കെ പോയിട്ട് വെളിയിലൊക്കെ നിന്നിട്ട് അവർ കയറുന്ന സമയത്ത് ഞാനങ്ങ് പോകും. എന്ന് വെച്ചാൽ അകത്ത് കയറിയുമ്പോഴേ എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല. അവിടെ പോയിട്ട് എന്തോ നിസ്കരിക്കുക അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഇല്ല, നമുക്കറിയില്ലല്ലോ. പക്ഷേ എൻ്റെ നാട്ടിലുണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാനാണെങ്കിൽ ഒരു കൈ നോക്കിയാൽ നമുക്ക് മനുഷ്യജാതി അതാണ് ജാതി, അതല്ല അത് വേറെ ജാതി മതം നിനക്ക് മനുഷ്യനുണ്ടാക്കിയതല്ലേ. ദൈവത്തിനെ വിശ്വസിക്കുന്ന അവരുടെ ഇഷ്ടം, ദൈവമുണ്ട് എന്നങ്ങ് ചിന്തിച്ചിട്ട് എന്നുവെച്ചാൽ മനുഷ്യരെ ചിന്തിച്ചിട്ടോ വിശ്വസിച്ചിട്ടോ കാര്യമില്ല. എപ്പോഴാണ് അവരുടെ സ്വഭാവം മാറാൻ പറ്റില്ല. കാരണം വെച്ചാൽ അവരെല്ലാവരും തന്നെയും എല്ലാവരും ആരും കുറ്റം പറയാനും ഉള്ള കാര്യം തന്നെയാണ്. എന്നുവെച്ചാൽ അവരവരുടെ ആവശ്യത്തിന് വേണ്ടിയാണ് നിൽക്കുക. അത് കഴിഞ്ഞ ശേഷമാണെങ്കിൽ നമ്മളെയാണെങ്കിൽ അവിടെ നിന്നല്ല അവർക്ക് ഗുണമുണ്ടെങ്കിൽ മാത്രം നിൽക്കുകയുള്ളൂ. എന്ന് വെച്ചാൽ അങ്ങനെയാണ്. താരെയും കുറ്റം വന്നിട്ട് കാര്യമില്ല, മനുഷ്യജന്മങ്ങളെല്ലാം അങ്ങനെയാണ്. പക്ഷെ ഞാൻ അസുരനാണ്, അസുര ഗുണമാണ്. അതുകൊണ്ട് എനിക്കങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. അപ്പോഴാണെങ്കിൽ എന്തായാലും അടിപൊളി ക്രിസ്മസ് പാപ്പായെ കാണാൻ പറ്റി. പക്ഷേങ്കിൽ എനിക്കങ്ങോട്ട് ഇറങ്ങാൻ പറ്റിയില്ല. പക്ഷേ അടുത്ത കൊല്ലം ആകുമ്പോഴത്തേന് എനിക്ക് അവരുടെ ഇടയ്ക്ക് പോയിട്ട് ഷൂട്ടൊക്കെ ചെയ്തിട്ട് ക്രിസ്മസിൻ്റെ കൂടെയൊക്കെ നിന്ന് ഡാൻസൊക്കെ കളിച്ച് മറ്റേ മുട്ടയൊക്കെ മേടിച്ച് അടുത്തൊക്കെ പോയി നിന്ന് ഷൈക്കൻ്റെ കൊടുത്ത് നോക്കട്ടെ. എന്തായാലും ദൈവം സഹായിക്കട്ടെ, അല്ലാതെ എന്തായാലും. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഇന്ന് രാവിലെ ആയിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ 12:47 ഉണ്ടോ, 12:47 ഞാനാണെങ്കിൽ ഇത് ഷൂട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇന്നലെ തലേന്ന്. പക്ഷേ അത് ഞാൻ മുൻകൂട്ടി പറയാം കേട്ടോ, നാളെ അന്നേരം ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം 12:47 1 മണിയാകാൻ പോകുന്നല്ലോ. അപ്പം നാളെ രാവിലേക്ക് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ടാറ്റാ. Bye.